കാനഡയിൽ പാർലമെന്റിലേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. അഭിപ്രായ സർവേകളിൽ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിക്കാണ് മുൻതൂക്കം. രാവിലെ 8 മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മധു ചേട്ടാ, ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിംഗ് ആണെന്ന് അറിയാം. അപ്പൊ എന്താണ് കാനഡയിൽ ഇത്തവണ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടാകുമോ? പാർട്ടി ആരാണ്, ഏത് പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴാരും പുറത്തുവരാ? ആദ്യ ഫലസൂചനകൾ കുറച്ച് മണിക്കൂറുകൾക്ക് തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. കാനഡയിൽ ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് യുദ്ധം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലിബറൽ പാർട്ടിക്കാണ് മുൻതൂക്കം. മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി ഏതാണ്ട് 22 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം കൺസർവേറ്റീവ് പാർട്ടി 11 സീറ്റുകളിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബ്ലോക്ക് ക്യൂബക്കോസ് എന്ന പാർട്ടിക്ക് 1 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ 4% മൊത്തം വോട്ടുകൾ എണ്ണിയിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഇന്ന് വീണ്ടും ആവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതായത് 51ാമത്തെ സംസ്ഥാനമായിട്ട് കാനഡ വരണമെന്നാണ് അമേരിക്കയുടെ ഭരണാധിപൻ എന്നുള്ള നിലയിൽ തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. ഇത് എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് അറിയുവാൻ ഇനി അല്പം മണിക്കൂറുകൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാനഡയുടെ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അവസാനിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക് കാനഡയിലുമൊക്കെ 4 പ്രൊവിൻസുകളിലെ വോട്ടെടുപ്പ് അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ ഈ കാനഡയിലെ ഇലക്ഷൻ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മുതിർന്ന വോട്ടർമാർ തീർച്ചയായിട്ടും ഈ തീരുവ പോലുള്ള വിഷയങ്ങളായിരുന്നു അവരെ സ്വാധീനിച്ചത്. എന്നാൽ യുവജനത അത്രത്തോളം അതിൽ സ്വാധീനപ്പെട്ടിട്ടില്ല. 343 അംഗ ജനപ്രതിനിധി സഭയിലേക്കാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയും അതുപോലെ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം. പ്രധാനമന്ത്രി മാർക്ക് കാർണിയും അതുപോലെ കൺസർവേറ്റീവ് നേതാവായ പീഴി പോളിവേറുമാണ് ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രധാന സ്ഥാനാർത്ഥികൾ. 172 സീറ്റാണ് സർക്കാർ ഉണ്ടാക്കുവാനുള്ള കേവല ഭൂരിപക്ഷം. കാനഡയിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു പുതിയ പ്രധാനമന്ത്രി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിസ്റ്റീന, പ്രജിൻ. ശരി മധു കൊട്ടാരക്കര, എന്തായാലും എന്റെ കേരളം എത്ര സുന്ദരമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ന്യൂജേഴ്സിയിലെ കാഴ്ചകൾക്കൊപ്പം നമ്മുടെ കേരളത്തിന്റെ ആ സൗന്ദര്യം കൂടി ആസ്വദിക്കുക. വല്ലപ്പോഴും ഇവിടെ വന്ന് നേരിട്ടും ആസ്വദിക്കുക. അല്ലെ, ഞാൻ കണ്ടായിരുന്നു കാനഡയെ കുറിച്ച് വളരെ വളരെ ഗഹനമായ അവിടെ മധു കൊട്ടാരക്കര പറയുമ്പോൾ നിർനിമേഷയായി അങ്ങോട്ട് നോക്കി നിൽക്കുക. എന്റെ കേരളം എത്ര സുന്ദരം, എന്റെ കേരളം എന്റെ അഭിമാനം.